نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء حصيناه في إمام مبين صدق الله. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് പരിപൂർണമായും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം ജനങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും വളരെ നല്ലതും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്നതും ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായതാണെന്ന് നമ്മളെല്ലാവരും അറിയണം. കാരണം പല കാലത്തും പല സന്ദർഭങ്ങളിലായി ഇസ്ലാമിക നിയമങ്ങളെയും ഇസ്ലാമിന്റെ കാര്യങ്ങളെയും വിമർശിക്കാൻ പല ആളുകളും വന്നിട്ടുണ്ട്. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം അതത് സന്ദർഭങ്ങളിൽ മറുപടി പറയാൻ മുസ്ലിം പണ്ഡിതന്മാര് പരിശ്രമിക്കുകയും ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 84-86 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നല്ലോ ശരിഅത്ത് വിവാദം. ഇസ്ലാമിനെതിരെ ശക്തമായ പ്രചരണം, പ്രത്യേകിച്ച് ഇസ്ലാമിലെ വിവാഹമോചനം, കുടുംബജീവിതം, എല്ലാ കാര്യങ്ങളെക്കുറിച്ച്
അന്ന് മഹാപണ്ഡിതനായിരുന്ന അലീമിയാൻ അബൂ ഹസൻ അലി നദിവി റഹിമഹുള്ളയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള അതിന്റെ പ്രായോഗികതയും അതിന്റെ കാലിക പ്രസക്തിയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നല്ല ഫലമുണ്ടായി. ജനങ്ങൾ സംഗതി എന്താണെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, എത്ര വരെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പാർലമെന്റില് മുസ്ലിം അല്ലാത്ത ഒരു വനിത മെമ്പർ പരസ്യമായി പറഞ്ഞു, ഞാൻ പഠിച്ചതിൽ, ഞാൻ മനസ്സിലാക്കിയതില് ഏറ്റവും നല്ല കുടുംബ നിയമങ്ങൾ ഇസ്ലാമിൻ്റെതാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്ന്. 2001 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരാക്രമണം ഉണ്ടായല്ലോ. ആ ആക്രമണം ഉണ്ടായ അതേ സമയത്ത് ഇന്ന് വരെ അതിന്റെ പിന്നിൽ അക്രമികൾ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ല, തെളിയിച്ചിട്ടില്ല. പക്ഷെ ഇത് ഉണ്ടായ അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ പല കോണുകളിലും പ്രചരിപ്പിക്കപ്പെട്ടു, മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്ന്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് ഖുർആനാണെന്ന്. നിങ്ങൾ നോക്ക്, ഈ സന്ദർഭത്തില് സ്വതന്ത്ര ചിന്താഗതിയുള്ള അമേരിക്കയിലെ ആണുങ്ങളും പെണ്ണുങ്ങളുമായ ഒരു വലിയ സമൂഹം ഖുർആനില് എന്താ ഖുർആൻ പറയുന്നത്, ആ പറയുന്നതിൽ വല്ലയിടത്തും തീവ്രവാദമുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി അക്കാലഘട്ടത്തിലാണ് ധാരാളം ഖുർആനിക പരിഭാഷകള് വിറ്റഴിക്കപ്പെട്ടത് എന്ന് വാഷിംഗ്ടണിലെ ഇസ്ലാമിക് സെന്ററിലെ ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശം കൂടുതൽ ആളുകൾ ഉൾക്കൊണ്ടതും അക്കാലത്താണെന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെയാണ് ജിഹാദികളെ സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങൾ. എങ്ങനെ ജിഹാദികളെന്ന് പറഞ്ഞ് അനുഷ്ഠാന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്ന, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് പ്രചാരണങ്ങൾ തുടങ്ങി അല്ലെ. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ, ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് സംഗതികൾ മനസ്സിലാവും. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ നന്മക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനമാണത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയപ്പോ അതും ഒരു ഹൈറായി. അതിനിടക്കാണ് ഹലാല് ഹറാമുകൾ വന്നത്. ഹലാൽ എന്നാൽ ഒരു ആഗോള ഭീകരതയാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഹൈക്കോർട്ടിൽ വരെ അങ്ങനെ ഒരു കേസ് ചെന്നു. പരാതിയുമായി ചെന്ന വ്യക്തിയോട് ഹൈക്കോർട്ട് ചോദിച്ചു, ഹലാൽ എന്ന് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹലാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വിമർശന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോഴുണ്ടാകാവുന്ന ഒരു ഗുണങ്ങൾ ഭയങ്കരമാണ്. അള്ളാഹുവിന്റെ ഒരു വചനമുണ്ട്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. എന്തൊരു മനോഹരമായ ശബ്ദമെന്നറിയാം. അള്ളാഹുവിന്റെ വചനങ്ങളെ, അള്ളാഹുവിന്റെ വെളിച്ചത്തെ സ്വന്തം വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവര് പരാജയപ്പെടും. അള്ളാഹു അവന്റെ വചനത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങളായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് വഖഫ് എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും, ഞാൻ അതിനെ സംബന്ധിച്ചൊരു നസീഹത്ത് നൽകുന്നത് കുറച്ചു കാലങ്ങളായി, കുറെ മുമ്പ് പറയണമെന്ന് വിചാരിച്ചെന്നാണ്. പക്ഷെ ആ വിഷയം ഒന്ന് മെല്ലെ അങ്ങ് തണുത്തു പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഇതിനെ സംബന്ധിച്ച് വരണം. പലർക്കും അറിയില്ല എന്താണ് വഖഫ്, എന്തിനാണത്, എന്നാണത് തുടങ്ങിയത്, എങ്ങനെ കൈകാര്യം ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം വേണം. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തി തന്റെ സ്വത്തിൽ നിന്ന്, തന്റെ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്ന മുതലിനെയാണ് വഖഫ് എന്ന് പറയുക. ഇസ്ലാം ഇതിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം
മരണത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ലല്ലോ. മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട്. അതാണ് ആഖിറത്താണ് എന്നെന്നും നിലനിൽക്കുന്നത്, സജീവമാകുന്നത്. അവിടേക്കുള്ള പാഥേയം എന്നത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. ഇവിടെ സകലതും, ഇവിടെയുള്ള എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഏതുവരെ? നമ്മുടെ ഈ ശരീരം വരെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചാണ് പോവുക. ബാക്കിയാവുന്നത് എന്താണ്? നമ്മുടെ അമലുകൾ മാത്രമാണ്. അതിൽ പ്രധാനമായും ഇസ്ലാം പഠിപ്പിക്കുന്ന എന്തറിയോ? മരിച്ചാലും നമ്മുടെ കൂടെ വരുന്ന നന്മകൾ, മരണശേഷം കിട്ടുന്ന നന്മകൾ എന്നാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്വദഖത്തുൻ ജാരിയ. ഇതിന്റെ മറ്റൊരു പതിപ്പാണ്, വേർഷനാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഞാൻ മരിച്ചാലും എന്റെ അക്കൗണ്ടിലേക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഉണ്ട് ഇത്. അതിന് നിബന്ധനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കെന്തറിയാമോ? അതിന്റെ അസുല്, നേരെ ശ്രദ്ധിക്കണം, ഇതിന്റെ അസുല് മുതൽ നിലനിർത്തുകയും അതിൽ നിന്നുള്ള എല്ലാ വരുമാനങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണിത്. ഇത് രണ്ടു രൂപത്തിൽ ഇതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സ്വഹാബി ചോദിക്കുകയാണ്, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ആയത്തിറങ്ങുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ മുതലിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സമ്പന്നനാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു തോട്ടമാണ് ബൈറുഹ തോട്ടം. അള്ളാഹുവിന്റെ റസൂലേ, ഈ തോട്ടം ഞാൻ എന്റേതാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എനിക്കത് എടുത്തുകൊള്ളട്ടെ. അങ്ങനെയാണ് ചോദ്യം. ഞാൻ എന്റേതാക്കട്ടെ എന്ന് വെച്ചപ്പോൾ നമ്മള് പേരിൽ തന്നെ ഉള്ളത്, പക്ഷെ എന്റേതാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റേതാക്ക്, വഖഫ് ചെയ്യേ. എന്നാ ഞാനത് എങ്ങനെയാ ചെയ്യേണ്ടത്? നിന്റെ കുടുംബത്തിൽ ഒരുപാട് പാവപ്പെട്ടവരില്ലേ, അവർക്ക് അത് വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അവരുപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് മുഴുവനായി ആ പാവപ്പെട്ട ആളുകളെ വീതിച്ചു കൊടുത്തു. മറ്റൊരു രംഗം നമുക്ക് കാണുക. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഖൈബറിൽ നിന്ന് കുറെ ഭൂമി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയാണ് ഈ വഖഫിന്റെ ശരിയായ നിർവചനം വരുന്നത്. നീ അതിന്റെ അസ്ല് നിലനിർത്തുക, എന്നിട്ട് അത് സ്വതക്ക ചെയ്യുക. എന്താണ് അസ്ല് നിലനിർത്തണം? അതിന്റെ ബേസ് എങ്ങനെ വേണം? അന്നഹു ലാ യുബാഉ അസ്ലഹ വലാ യുബ്താ വലാ യൂറസ് വലാ യുഹബ്. അത് വേറൊരാൾക്ക് അനന്തരാവകാശം എടുക്കാൻ പറ്റൂല, വേറൊരാൾക്ക് അത് വിൽക്കാൻ പറ്റൂല, വേറൊരാൾക്ക് ദാനമായി കൊടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ആർക്കും അനന്തരം എടുക്കാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റാത്ത, ഫ്രീ ആയി കൊടുക്കാൻ പറ്റാത്ത വിധം അതിന്റെ അസ്ല് നീ ചെയ്തു വെച്ചിട്ട് അവയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നന്മകളും എന്ത് ചെയ്യണം? അത് ഫുഖറാവുകൾക്ക്, മസാക്കീനുകൾക്ക്, ഖുറബായികൾക്ക്, ലൈഫുകൾക്ക്, അതോടൊപ്പം തന്നെ റിഖാബുകൾ എന്ന് വെച്ചാൽ പാവങ്ങൾക്ക്, അടിമമോചനത്തിന്, വിരുന്നൂട്ടാന്, അങ്ങനെ എല്ലാവർക്കും അതിന്റെ നന്മകൾ ഉപയോഗപ്പെടുത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, പാവങ്ങൾക്ക് സഹായകമായി ഉപയോഗിക്കാം, അനാഥകളെ സംരക്ഷിക്കാം, വഴിയോരങ്ങളിൽ വഴിയാത്രക്കാർക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നതാവാം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകലാവാം, വിധവകളെ, രോഗികളെ, അംഗവൈകല്യം ബാധിച്ചവരെ സഹായിക്കലാവാം, അതല്ലെങ്കിൽ റോഡ് വഴികൾക്ക് വിട്ടുകൊടുക്കുന്നതാവാം. വഖഫിനെ സംബന്ധിച്ച് ഇന്ന മേഖല എന്നില്ല.
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാൻ സാധ്യതയുള്ള എന്തും നൽകുക, എന്നിട്ട് കൂലി പ്രതീക്ഷിക്കുക. ആ അസുൽ അവിടെ നിർത്തണം, വേറൊരാൾക്ക് അത് വിറ്റുപോകാൻ കഴിയാത്ത വിധത്തിലാകണം. അങ്ങനെ വരുമ്പോ ഇതാണ് പൂർവകാല മാതൃക എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാലും എന്റെ ഒരു സമ്പാദ്യം ഇവിടെ നിലനിൽക്കണം, അതിലെ വരുമാനം, അതിന്റെ ലാഭം എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോ എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് സംവിധാനം കൊണ്ടാണ്, പ്രിയമുള്ളവരെ, വഖഫ് സംവിധാനം കൊണ്ടാണ് മുസ്ലിം ലോകത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകപ്രസിദ്ധമായ അൽ ജാമിഅത്തുൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി 1000 കൊല്ലങ്ങളെക്കാളും പഴക്കമുണ്ട്. അത് ഒരു വഖഫ് മുതലാണ്. എല്ലാ മുസ്ലിം പ്രദേശങ്ങളും നിങ്ങൾ നോക്ക്, അവിടെയൊക്കെ വഖഫ് സ്വത്തുക്കളുണ്ട്. ഇന്ത്യയിലുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. 1954 കേന്ദ്ര സർക്കാർ അതിന് രൂപം നൽകുന്നത്. പിന്നീട് അതിന് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ആക്ട് ഉണ്ടാക്കി, ആക്ടിലേക്ക് അമെൻമെന്റുകൾ വരുത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, എല്ലാ സംസ്ഥാനങ്ങളോടും ഈ ചട്ടക്കൂടിന്റെ ഉള്ളിൽ റെഗുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സംസ്ഥാന വഖഫ് ബോർഡുകൾക്ക് രൂപമുണ്ടായി. എന്തിന്? ഇന്ന് നമ്മുടെ രാജ്യത്ത് 30ഓളം വഖഫ് ബോർഡുകളുണ്ട്, രാജ്യത്ത് മുഴുവനായി, ഇന്ത്യയിലെ ടോട്ടൽ മൊത്തത്തില്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി പഠിക്കണം കേട്ടോ. സർക്കാർ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് വളരെ നല്ല നിലയിൽ ഇത് നടക്കണം. കാരണം വളരെ ആത്മാർത്ഥതയോടുകൂടെ നല്ല മനുഷ്യര് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിട്ടുകൊടുത്ത ഈ സ്വത്തുക്കൾ പിൽക്കാലത്ത് വരുന്ന മാനേജ്മെന്റുകൾ, കമ്മിറ്റികൾ, മുത്തവല്ലിമാരുടെ ഒരു ദുരുപയോഗത്തിന് ഇത് വിധേയമാവാൻ പാടില്ല. പുറമെ നിന്നുള്ള ആളുകൾക്ക് കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അങ്ങനെ വഖഫ് സ്ഥാപനങ്ങളും സ്വത്തുക്കളും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്ക്, ഇപ്പൊ നാം കേൾക്കുന്നത് എന്തറിയാം, ഒരുപാട് സ്വത്തുക്കൾ കയ്യേറ്റങ്ങൾക്ക് വിധേയമായി എന്നാണ്. മൊത്തം നമ്മുടെ രാജ്യത്ത് 6 ലക്ഷം ഏക്കർ വഖഫ് ഭൂമികളുണ്ട്. വഖഫ് ചെയ്ത മണ്ണുണ്ട്. ഞാൻ പറയുന്ന ഓരോന്നും ശ്രദ്ധിക്കണം. എന്തിനാണ് ഈ അടുത്ത കാലത്ത് ഇത്രയും തീവ്രമായി ഇതിൽ ഇടപെടണമെന്ന് ചില ആളുകൾക്ക് മോഹമുണ്ടാകുന്നത് എന്ന് ഞാൻ പറയുന്ന വരികൾക്കിടയിൽ നിന്ന് നിങ്ങൾ വായിക്കണം. എങ്ങനെയാ? ഈ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നത് ഇന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോ പ്രശ്നങ്ങളാണ്. പലതും തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം തലമുറകളായി താമസിക്കുന്ന സ്വത്തുക്കളായി മാറി. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം നമ്മുടെ അടുത്തൊക്കെ നടക്കുന്ന പ്രശ്നങ്ങള്. അതിന് തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിൽ തലമുറകളായി താമസിക്കാൻ തുടങ്ങി. കുറെ കിട്ടുന്നു, കുറെ കിട്ടാതെ പോകുന്നു. അത്തരം പ്രശ്നങ്ങൾ ആണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോയ ഭൂമികൾ ഏതെന്ന് ചോദിച്ചാൽ അത് വഖഫ് ഭൂമികളാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ നിങ്ങൾ നോക്ക്, ഇന്ന് നമ്മൾ കാണുന്ന മികച്ച സ്ഥലങ്ങളെല്ലാം വഖഫ് ഭൂമികളാണ്. പക്ഷേ പുരാവസ്തു വകുപ്പ് ചെയ്യുന്നത് ഇതെല്ലാം അവരെ ഏറ്റെടുക്കുകയാണ്. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതാരും, ഈ സ്വത്തുക്കൾ ആരും ഭരണം നടത്തിയ ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്ക് നൽകിയതല്ല. നേരെ പഠിക്കണം. അങ്ങനെ ആരും എഴുതി തന്നതല്ല. ഇസ്ലാമിലെ മുസ്ലിമീങ്ങളായ ധനികരായ ധർമ്മിഷ്ഠരായ മനുഷ്യർ അവർ ധർമ്മം ചെയ്ത മുതലാണിത്. ഇത് പല ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന നമ്മുടെ തൊട്ട മത സഹോദര മതങ്ങളിൽപ്പെട്ട പല ആളുകളും ആക്ഷേപിക്കുന്നത് പോലെ അവർക്ക് ടൗണിലൊക്കെ ഒരുപാട് സ്വത്തുണ്ട്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്ന നമ്മുടെ മറ്റൊരു രാജ്യം അവര് വിട്ടുപോകുമ്പോ അവർക്ക് കൈമുതലായി എഴുതി കൊടുത്തതാ. അവരുടെ വ്യാപാരം ആരും വാങ്ങിയതല്ല. ഒരൊറ്റ മുതൽ പോലും ഒരു ഭരണാധികാരിയിൽ നിന്നും
ഇസ്ലാമിലേക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ 800 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുള്ള അവരൊക്കെ ധർമ്മം രാജ്യത്തിന്റെ പൊതുമുതലായി കൊടുത്തിരുന്നെങ്കിൽ എത്രത്തോളം ഉണ്ടാകുമായിരുന്നു? ഒന്നുമില്ല. മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റ് മുമ്പ് നിശ്ചയിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഒന്നിലധികം തവണ ഈ രാജ്യത്തുള്ള വഖഫ് സ്വത്തുക്കളെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന കമ്മിറ്റി പറഞ്ഞെന്തറിയോ? ഇന്ത്യയിൽ ഇപ്പോഴുള്ള വഖഫ് സ്വത്തുക്കളുടെ വില കൂട്ടിയാൽ 15 ലക്ഷം കോടി രൂപയുണ്ടാവും. അത്രക്കുള്ള മുതലുണ്ടെന്ന്. വെറുതെ അല്ല കൈവെക്കാൻ പോകുന്നത്. ശരിക്കും അത് മനസ്സിലാക്കണം. ഇത് ഡെവലപ്പ് ചെയ്താൽ, അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ, പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ, ഒരുപാട് സൽപ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അവർ പ്ലാനിങ് ഉണ്ടാക്കി. ആ പ്ലാൻ വരുമ്പോഴാണ് സത്യത്തിൽ ഇതിലൊക്കെ അസ്വസ്ഥതകൾ വരുന്നത്. മാത്രമല്ല, വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെ സഹോദരങ്ങളെ ഇത് കയ്യേറിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നീതി പറയല്ല, കൈകാര്യം ചെയ്യണവരെന്നെ കൊണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് എന്നറിയാമോ? നമ്മളുടെ പിതാക്കന്മാര് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഈ മുതല് അതിന്റെ ഓണർമാരല്ല നമ്മൾ അതിന്റെ നടത്തിപ്പുകാര് മാത്രമാണ്. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷ്മമായി, അതിൽ ഒരു കൃത്രിമവും വരാത്ത വിധത്തിൽ അവ കാത്തു സൂക്ഷിക്കാൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നൊരു ബോധ്യമുണ്ടാകണം. കാരണം പുറത്തുനിന്നൊരാള് നമ്മുടെ ബക്കറ്റിൽ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉറുപ്പിട്ട് പോയാൽ അയാൾക്ക് പ്രതിഫലം കിട്ടി, അയാളുടെ ഹക്ക് വീടി. പക്ഷെ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ വലിയ ബാധ്യത അള്ളാന്റെ മുമ്പിൽ. ഈ മറ്റൊരാള് തന്ന ഓരോ രൂപക്കും നമ്മൾ മറുപടി പറയണം. ഭയങ്കര സംഗതിയാണിത്. ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നൊരു ഓർമ്മയുണ്ടാവണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വഖഫ് ചെയ്യണമെന്ന ഒരു ബോധ്യം നമുക്ക് വരണം. കഴിയുന്ന അത്ര വഖഫ് ചെയ്യണം. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട നല്ല മനുഷ്യര് ചെയ്ത, അവര് കൊടുത്ത, വഖഫ് ചെയ്ത സ്വത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെയൊക്കെ പറയണത്. അതൊക്കെ ബുദ്ധിയുള്ളവരൊക്കെ വഖഫ് ചെയ്ത് മരിക്കാവുന്ന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പദമുണ്ട്, ഇദാ മാത ബിനു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. നല്ലപോലെ ശ്രദ്ധിക്കണം. ആദമിന്റെ മകൻ ഒരാൾ മരിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാ വിട്ടേച്ച് പോണു. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഒന്ന് സദഖത്തുൻ ജാരിയ, ഔ ഇൽമു യൻതഫിഉ ബിഹി, ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. 3 എണ്ണം. വേറെ വലിയൊരു ഹദീസ് ഉണ്ട്, ഞാൻ സമയം ഉണ്ടെങ്കിൽ അത് പിന്നീട് പറഞ്ഞു തരണ്ട് ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണത്? 1 സദഖത്തുൻ ജാരിയ, 2 ഉപകാരമുള്ള അറിവ്, 3 നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. ഒരു വളരെ ആശയതലങ്ങൾ ഉൾക്കൊള്ളതാണിത്. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി, ഒന്നിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു പക്ഷെ ഒരു വലിയൊരു വസ്തു വാങ്ങിച്ചു കൊടുക്കാൻ സ്വന്തമായി കഴിയൂല എന്ന് വെക്കാം. എന്നാലൊരു 4 ആള് കൂടി ഞാനതിലൊരു പങ്കാളിയാവാം, അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് പറയണ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ സമ്പാദ്യം നമ്മൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്ര പോരെ. മക്കളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകൊണ്ടു. ഇപ്പോഴേ അങ്ങനെയൊക്കെ കരുതി വെച്ച് അധ്വാനിച്ചിട്ട് വിട്ടേച്ച് പോയി നമുക്ക് എന്താ പരലോകത്തുണ്ടാവുക? നമ്മളാരും പണവുമായി ജനിച്ചവരല്ല, പണവുമായി മരിക്കുന്നവരുമല്ല. പക്ഷേ ഈ ജീവിതകാലത്ത് ചെറിയൊരു വിഹിതമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് കൊടുത്തൂടെ? ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് സഹോദരങ്ങളെ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം, പഠനം ഉണ്ടാവണം. ഭയങ്കര മനോഹരമാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനമാണ് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ. നിങ്ങൾക്ക് സക്കാത്തുണ്ട്, സ്വതക്കുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. ഈ സക്കാത്തിന്റെ പ്രത്യേകത എന്തറിയാമോ? ഇത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. ഈ സക്കാത്തിന് തോതുണ്ട്, 2.5% ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 20% ഉണ്ട്. നമുക്ക് ചിലപ്പോൾ 2.5% മാത്രമേ അറിയുള്ളൂ. 20% വരെയുണ്ട്. നിക്ഷേപങ്ങൾക്കുണ്ട്, ശമ്പളത്തിനുണ്ട്, കൃഷിക്കുണ്ട്, കനികൾക്കുണ്ട്, കന്നുകാലികൾക്കുണ്ട്. അതൊക്കെ അതിന്റെ രൂപത്തിനനുസരിച്ചാ വരിക. പക്ഷേ
നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് പൈസ ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം? നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. വലിയ മുതലാളിക്ക് പൈസ ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം? അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മറിച്ച് എന്താ അറിയോ, ഒരു സമൂഹത്തിൽ പണം വരുന്നുണ്ടോ സ്വാഭാവികമായും അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന വളരെ മനോഹരമായ സംവിധാനമാണ് ഇസ്ലാമിലെ ധനവിനിയോഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മുതലാളിക്ക് 10 ലക്ഷം രൂപ അയാളെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% ഈ നാട്ടിലെ പാവങ്ങളുടെ അവകാശമാണ്. അപ്പൊ അയാൾക്ക് പൈസ കൂടിക്കോട്ടെ, ഹലാലായ വഴിയിൽ അയാൾക്ക് പണം വന്നോട്ടെ. അയാൾക്ക് എത്ര പണം വന്നാലും അതിന്റെ ശതമാനം ഇവിടെ വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? അങ്ങനെ ഒരു വ്യവസ്ഥിതി ഈ നാട്ടിൽ വേറെ ഏത് വിഭാഗങ്ങൾക്കാണ്? അപ്പൊ വേറൊരാൾക്ക് പണം ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ഉണ്ടാകരുത് എന്നാ സ്വാഭാവികമായിട്ട് ഒരു മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾക്ക് പണം ഉണ്ടാവട്ടെ, ഹൈർ ഉണ്ടാവട്ടെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ സ്വതക്ക എത്ര കൊടുക്കണം എന്നറിയോ? സ്വതക്ക എത്ര കൊടുക്കേണ്ടത്? സ്വതക്ക കൊടുക്കേണ്ടത് എന്താണോ ആവശ്യം, എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം കൊടുക്കണം, ശതമാനമല്ല. ആ ആവശ്യം പരിഹരിക്കലാണ്. എല്ലാം സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അതിലേക്ക് നമ്മുടെ കരുതലുകൾ കൂടി ഉണ്ടാകണം. അവനവന് വേണ്ടി അവനവൻ എടുത്തു വെക്കുന്ന പദ്ധതിയാണ്, സംഗതിയാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഞാന് ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയിരുന്നു. നമ്മൾ സംഘടനാപരമായ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു ഷെയ്ഖ് ഉണ്ടാക്കി തന്നതാണ്. അയാൾ ആ പള്ളി ഉദ്ഘാടനത്തിന്, ഞാനൊരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആ ഷെയ്ഖ് ആ പള്ളി ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഷെയ്ഖ് വന്ന നമ്മുടെ ചിന്ത, എന്റെ നാട്ടിലൊരു പള്ളി വേണം, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്ത്. അപ്പൊ ഈ നമ്മുടെ വളരെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ്, പിന്നെ ഒരു അമീർ അയാളോട് സംസാരിക്കുകയാണ്. നമുക്ക് ഒരു പ്ലാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് 2 ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, ചെറുതാ. അതിൽ ഒന്നിലെ വരുമാനം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൊടുക്കും. മറ്റൊരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെലവുകൾ കഴിച്ച് അത് നിക്ഷേപിച്ച് ഒരു എമൗണ്ട് ആയപ്പോഴാണ് ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തന്നത്. ഇനി എപ്പോഴാണ് എനിക്ക് അത്ര കിട്ടുകയെന്നറിയില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കാന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, 2 ഷോപ്പുണ്ട്. അതിലത്തെ ഒന്ന് എൻ്റെ മക്കൾക്ക് കൊടുത്ത്, ഒന്ന് എന്റേത് സ്വന്തമാക്കുക എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സംഗതിയല്ലേ? റൂമ എന്ന് പറയുന്ന റോമക്കാരുടെ അടുക്കലുള്ള വലിയൊരു കിണറുണ്ടല്ലോ, നിങ്ങൾ ആ സംഭവം കേട്ടിരിക്കും. ആ ഒരു ജൂതന്റെ കയ്യിലുള്ളതാണ് ഈ കിണറ്. നല്ല വെള്ളമുള്ള ആഴേറിയ നല്ലൊരു കിണറാ. പക്ഷെ വേറൊരു മനുഷ്യനെ കൊണ്ട് വെള്ളം പൊടിയിപ്പിക്കൂല. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു സമയത്ത്, ക്ഷാമം വന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണിത് വാങ്ങിച്ച് ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് നല്ല വില കൊടുത്തുകൊണ്ട് അത് വാങ്ങിയിട്ട് പറഞ്ഞു, ഇനി ആർക്ക് വേണമെങ്കിലും ഇതിൽ നിന്ന് വെള്ളം കുടിക്കാം. അതാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമ്മൾക്ക് എന്ത് വേണമെന്നറിയാമോ? നമ്മൾ മരിച്ചാലും നമുക്ക് കിട്ടുന്ന കുറേ നന്മകളെ കുറിച്ചുള്ളൊരു അവബോധം നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷവും നമുക്ക് കിട്ടുന്നത്, അറബ് മൂലം ഞാൻ മുഴുവൻ പറയാൻ നേരമില്ല, ഇൽമൻ അല്ലമഹു വനശറഹു, ഒരു ഇൽമു പഠിച്ചു, അത് പ്രചരിപ്പിച്ചു. നമുക്ക് അത് ആരാണോ ഒന്നാമത്തെ ഉസ്താദ് എന്നുണ്ടെങ്കിൽ അയാളിലേക്ക് അത് എത്തിക്കൊണ്ടേ വരുമല്ലോ. എത്ര തലമുറ കഴിഞ്ഞാലും അവ ഒരിക്കലും നശിക്കാത്തത് ഇൽമല്ലേ. വലദൻ സാലിഹൻ തറക്കഹു, നല്ലൊരു കുട്ടി. ഇപ്പൊ രക്ഷിതാക്കളെ നമുക്കൊക്കെ ഉള്ളൊരു ആശങ്ക എന്താ വെച്ചാൽ, ഇന്റെ കുട്ടി ശരിയാകണില്ല എന്നുള്ളതാ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക. ആ മക്കൾ കുറച്ചുകൂടിയൊക്കെ കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും, നമുക്ക് ഉപകാരപ്പെടും. പക്ഷെ മനസ്സ് നമുക്ക് നല്ലത് വേണം. പിന്നെ ഔ മുസ്ഹഫൻ വറസഹു, ഒരു ഖുർആൻ ഇവിടേക്ക് വിതരണം ചെയ്യുക, ഒരു വറാസത്തായി കൊടുക്കുക, ഒരു വഖഫ് ചെയ്ത് കൊടുക്കുക, ഒന്ന് വാങ്ങിക്കൊടുക്കുക. നമുക്ക് അത് ഇവിടെ വെച്ചാൽ ആരും ഓതിയാലും നമുക്ക് കൂലി കിട്ടൂലേ. ഔ മസ്ജിദൻ ബനാഹു, പള്ളി, അള്ളാഹുവിന്റെ വീട്, അതിൽ ഒരു പങ്കാളിയാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ കൊടുക്കുന്ന, വെറുതെ പറയണല്ലോ, ഈ ബക്കറ്റ് പിടിച്ച് നമ്മുടെ സഹോദരങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന ആ ചെറിയ കാശ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ധർമ്മസ്ഥാപനം നടത്തുന്നത്. ഇതിന് വേറെ പുറത്തു വരുവാനൊന്നുമില്ലല്ലോ. പക്ഷേ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ധർമ്മം, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തരുന്നതൊക്കെ കാണുമ്പോൾ വല്ലാതെ മനസ്സിന് സന്തോഷം തോന്നാറുണ്ട്. ഇത്രയൊന്നും ചില നാടുകളിലൊന്നും കിട്ടാറില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ആ മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നാ പറഞ്ഞത്. ഇനി അത് പറയാൻ നമുക്കില്ല. പിന്നെ ഒന്നുകൂടി, ഒരു വഴിയാത്രക്കാരനൊരു സത്രം ഉണ്ടാക്കി കൊടുക്കും. ഒരാൾ കയറിയിരുന്നാൽ
അവിടുന്ന് ഒരു വെള്ളം കുടിച്ചാൽ, ഒരു ഭക്ഷണം കഴിച്ചാൽ, ഒന്ന് വിശ്രമിച്ചാൽ, ഒരു നദിയോ ഒരു തോടോ ഒരു വെള്ളം ഒടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ എന്തൊരു സ്വതക്കയും അള്ളാഹുവിന്റെ ദീനിൽ പടച്ചവന്റെ പുണ്യം പ്രതീക്ഷിച്ച് ചെയ്താൽ അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വാപ്പാരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്ര ആശ്വാസത്തോടു കൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നല്ല നിലയിൽ നടക്കണം. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ വഖഫിൽ വിശ്വാസമുള്ളവരാകണം, വഖഫ് സമ്പ്രദായത്തെ അംഗീകരിക്കുന്നവരാകണം, വഖഫ് അല്ലാഹുവിൻ്റെതാണെന്ന് ബോധ്യവും അവർക്ക് വേണം. ഇല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകൾ രൂപീകരിക്കണമെന്ന് സെൻട്രൽ ആക്ടിൽ വരാനുള്ള കാരണം. വളരെ മികച്ച ലക്ഷ്യത്തോടു കൂടിയാണ് അത് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇത് ആരുടെയെങ്കിലും കൈകളിൽ വെച്ചു കൊടുക്കേണ്ട ഒരു സാധനമല്ല. ഈ ബോഡിക്ക് വളരെ കൃത്യമായ രൂപമുണ്ട്. മൊത്തം വഖഫ് പ്രതിനിധികളിൽ നിന്ന്, മുത്തവല്ലിമാരിൽ നിന്ന് 2 പ്രതിനിധികൾ ബോർഡിൽ ഉണ്ടാവും. ഇനി ഇസ്ലാമിക ചിട്ടകൾ പാലിക്കണമെന്നുള്ളത് കൊണ്ട് അതത് കാലത്തെ 2 മുസ്ലിം സ്കോളേഴ്സ് ഇതിലേക്ക് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യണം. പിന്നെ ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് 2 പേരെ ഗവൺമെന്റിന് ഇതിലേക്ക് തെരഞ്ഞെടുക്കാം. ഇതെല്ലാം നിയമപരമായി പോകുന്നുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടി ബാർ കൗൺസിലിൽ മെമ്പറായിട്ടുള്ള ഒരു മുസ്ലിം അഡ്വക്കറ്റിനെ മുസ്ലിങ്ങളായ അഡ്വക്കറ്റുമാർക്ക് ഇതിലേക്ക് തെരഞ്ഞെടുക്കാം. മുസ്ലിമീങ്ങളായ 2 MLA-മാരും 1 MP-യും ഇതിൽ വേണം. ഇതിന്റെ ബോഡി അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഇത് കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളുടെ ധർമ്മപരമായ ഒരു കാര്യമായത് കൊണ്ടാണ് ആ സെൻട്രൽ വഖഫ് ആക്ടിൽ ഇങ്ങനെയുള്ള നിയമം വെച്ചിട്ടുള്ളത്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഇവർ നിശ്ചയിക്കുന്നത് പോലെയാണ്. അങ്ങനെ നിലനിൽക്കണമെന്നാണ് വഖഫ് ചെയ്ത ആളുകളുടെ ആഗ്രഹവും. മാത്രമല്ല, അങ്ങനെ ചെയ്യണമെന്നാണ് മുസ്ലിമീങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും. പക്ഷേ വഖഫിനെതിരെ ഇപ്പൊ ഉണ്ടാകുന്ന ആശങ്കകൾ ഉണ്ടല്ലോ, അതൊരു വല്ലാതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആശങ്കകളാണ്. നന്മയാഗ്രഹിച്ച് നൽകിയതിലേക്ക് മറ്റുള്ളവർക്ക് കൂടി വാതിൽ തുറന്നു കൊടുക്കുന്ന സമീപനമാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. അങ്ങനെയുള്ള ഇപ്പോഴുള്ള ഈ അവസ്ഥക്ക് മാറ്റം വന്നാല് സർക്കാരിന്റെ പൊതു സ്വത്താക്കി മാറ്റാവുന്ന അവസ്ഥകൾ ചർച്ച ചെയ്തു വരുന്നു. എന്തു വരുന്നറിയില്ല. നിയമം കൊണ്ടുവരുമെന്ന് പലരും തറപ്പിച്ചു പറയുന്നു. പക്ഷെ മുകളിൽ ഒരാളുണ്ട്, ഇത് അല്ലാഹുവിന്റെ മുതലാണ്. വയം ഖുറൂൻ വയം ഖുറുല്ല. പലരും കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. ആരൊക്കെ? നമ്രൂദുമാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഫറവോന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഫറവോന്മാരൊക്കെ നശിച്ചത് എങ്ങനെയാണെന്നത് ഈ ഭൂമിക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ മുഅ്മിനീങ്ങളെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നിരന്തരം തേടണം, നിരന്തരം പ്രാർത്ഥിക്കണം. നമുക്ക് ജീവിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്തിനേയും അതിജീവിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. ആ അതിജീവന ശക്തി നമ്മൾ നേടേണ്ടത് അല്ലാഹുവുമായുള്ള അടുപ്പം പുലർത്തിയിട്ടാണ്, പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു മുതലാണ് ഞാനെന്ന് നമ്മളെന്ന് അല്ലാഹുവിന് തോന്നണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്ത് സംതൃപ്തിയോടുകൂടെ കണ്ണടയാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ കാവലുണ്ടാവും, അല്ലെ? അല്ലാഹുവിന്റെ കാവലുണ്ടാവും. വാക്കങ്ങനെ എഴുതി വെക്കണം. ആ കാവലാണ് നമ്മുടെ ശക്തി. അല്ലാഹു എല്ലാ സന്ദർഭങ്ങളിലും അവനിൽ വിശ്വസിക്കുകയും ആ രംഗത്ത് ശക്തി നൽകി മുന്നോട്ട് പോവാനുള്ള കരുത്ത് തന്ന അല്ലാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഉമ്മത്തിനെയും തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ചൊരായത്തുണ്ട് ആദ്യം. അത് യാസീനിലുള്ള ആയത്താണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും, അല്ല പറയാണ്. എന്നിട്ടോ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. അവർ ചെയ്തതെല്ലാം നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്, അതിന്റെ പ്രതിഫലനങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്.
എല്ലാം കൃത്യമായ ഒരു രേഖയിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫയൽ തുറക്കുന്ന, പെട്ടി തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അത് വളരെ പെട്ടെന്ന് സംഭവിക്കാം. പെട്ടി തുറക്കുന്നത് പരലോകത്തുനിന്നാണെങ്കിലും അത് തുറക്കുക എന്ന് പറയുന്നത് എപ്പോഴെന്നറിയോ? തൊട്ടടുത്ത സെക്കൻഡിൽ. നമ്മളുടെ ആയുസ് തീർന്നാൽ പിന്നെ അടുത്ത സെക്കൻഡിൽ അത് തുറക്കലായിരിക്കും. അതുകൊണ്ട് അത് തുറക്കുന്ന ആ ദിവസം നമ്മുടെ മുഖം പ്രസന്നമാവണം. ആനന്ദപൂർവ്വം നമുക്ക് കളിയാടാൻ കഴിയണം. നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമല്ല റബ്ബേ നമ്മൾ മോഹിക്കേണ്ടത്. അങ്ങനെ പഠിച്ചോട് നമ്മൾ പറയണം, ഞാൻ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമല്ല, ഏറ്റവും നല്ലത് എനിക്ക്, അതിന്റെ പ്രതിഫലനങ്ങൾ കൂടി എനിക്ക് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ. നമ്മുടെ മനസ്സ് അങ്ങനെ വെക്കണം. അതിന്റെ കൂടെ ഒന്ന് ചേർത്തി പറയാൻ, ഒരു വെളിച്ചം പരിപാടി, ഒരു ഖുർആൻ പഠിതാക്കളുടെ ഒരു സംഗമം ഈ ഡിസംബർ 8 അത് വയനാട് വെച്ച് അതിലേക്കൊരു ചെറിയ കലക്ഷൻ എടുക്കുന്നുണ്ട്. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. കൂടെ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്തണം. ഇപ്പൊ നമുക്കിടയിൽ ഒരുപാട് രോഗങ്ങൾ വർദ്ധിക്കുക, മാനസിക ടെൻഷനുള്ള ആളുകളുടെ എണ്ണം കൂടുക, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കൂടുകയാണ്. രോഗമില്ലാത്ത ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക, അല്ലെ? മരുന്നിൽ ജീവിക്കുന്ന ഒരു അവസ്ഥകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ നമുക്ക് പള്ളിയിലേക്കൊക്കെ വന്നിരുന്ന, തൊട്ടടുത്ത് നമ്മുടെ പള്ളികൾ കൊണ്ടു നടക്കുന്ന ഒരു സഹോദരനുണ്ട്. ശാരീരികപരമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ദുആ ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് തന്ന് എല്ലാ രോഗങ്ങളിൽ നിന്നും ശിഫ നൽകി സന്തോഷം നൽകി നമ്മെ, നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ തൃപ്തി ആഗ്രഹിച്ച് നിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോവാതെ നല്ല നിലയിൽ കാത്തുരക്ഷിച്ച് സഹായിച്ചു കൊണ്ടുപോവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീനും ആ ദീനനുസരിച്ചുള്ള വിശ്വാസവും ഈ ലോകത്ത് സംരക്ഷിച്ചു നിർത്തുന്ന നല്ലവരായ നേതാക്കന്മാരെ, ഭരണാധികാരികളെ ഈ രാജ്യത്തിന് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, മനസ്സംതൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് തന്ന് നീ ഞങ്ങളെ തുണക്കണമേ റബ്ബേ. സകല മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഉമ്മത്തെ, രാജ്യത്തിനെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഈ ലോകം വിട്ടു പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നിന്നെ കണ്ടുമുട്ടാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം കൊണ്ടല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, കുടുംബത്തോടൊന്നിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടനാഥാ, ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم عافنا من كل بلاء الدنيا ومصيبات وفتنة كلها وعذاب القبر وعذاب النار. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين.